ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡീമൺസ്, പിശാചിൻ്റെ ചില സ്വഭാവങ്ങൾ. ഞാൻ ഡെലിവറൻസ് മിനിസ്ട്രി എടുക്കുന്ന സമയമാണ്. ശ്രദ്ധയോടുകൂടി എൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, ദൈവം അയക്കുന്ന വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ വിടുതലുണ്ട്, നിശ്ചയമായിട്ടും വിടുതലുണ്ട്. അത് വിമലാൻറ്റി പറഞ്ഞതുകൊണ്ട് നടക്കണമെന്നല്ല, വിമലാൻറ്റിയിൽ പരിശുദ്ധാത്മാവുള്ളതിനാൽ ഞാനത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ വരും. അപ്പോൾ എൻ്റെ മിടുക്കൊണ്ടല്ല, ദൈവത്തിനൊരു കഴുതയെപ്പോലും ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് വേദപുസ്തകം വ്യക്തമായിട്ടും കാണിച്ചിട്ടുണ്ട്. ബാലാമിൻ്റെയും ബാലാക്കിൻ്റെയും ജീവിതത്തിൽ ബാലാം പ്രവാചകൻ ചെന്ന് പോകുമ്പോൾ വഴിക്ക് പോകാതിരിക്കാൻ വേണ്ടി കഴുതയുടെ മുമ്പിൽ ദൈവദൂതൻ വന്ന് വാൾ പിടിച്ചൂടി നിന്നപ്പോൾ കഴുത താണിരുന്നില്ല, 2-3 പ്രാവശ്യം കുനിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ബാലാം പ്രവാചകൻ്റെ തല വെട്ടിമാറ്റിയേന്. പിന്നെ ഒരു മൃഗം അവസാനം ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ എന്നെ അടിക്കുന്നതെന്ന്. അവർ മൃഗത്തെ കൊണ്ടുപോലും സംസാരിപ്പിക്കാൻ കഴിവുള്ളൊരു ദൈവം ഉണ്ട് എങ്കിൽ ആരെ വചനം ആത്മാവിൽ പറയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ, അറിയപ്പെടാത്തതായ ചില മേഖലകളിൽ മറ്റുള്ളവരോട് പറയാൻ വയ്യാത്തതായ ചില സങ്കടങ്ങൾ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ അറിഞ്ഞിട്ട് അനേക കുടുംബങ്ങൾക്ക് വെളിച്ചമയക്കുകയാണ്. റിസീവ് ഇറ്റ്. ദൈവം ഒരു ദൂതനെ അയക്കുമ്പോൾ ആ ദൂതൻ വന്നിട്ട് പകുതി ജോലി ചെയ്തേച്ചു പോകുമോ? ഇല്ല. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞല്ലേ, വിളവിറക്കിയവൻ ഞാനാണെങ്കിൽ വിളവെടുപ്പിക്കുന്നവന് ഞാനാണ്. എനിക്കത് കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം. ഞാനാണെന്ന് ആര്? ഐ ആം ഹൂ ഐ ആം. അവനാണ് നമ്മുടെ മുമ്പിൽ വന്ന് പറയുന്നത്. അപ്പം ചിലപ്പോൾ ഞാൻ ദൈവത്തോട് പറയും, ഒന്ന് ശബ്ദം കേട്ടില്ല, ചിലപ്പം പറയും എന്നെ വഴക്കാണെങ്കിലും ഒന്ന് പറ, എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് എനിക്ക് കേൾക്കാനിടയാട്ടെ. അന്നേരം എന്നോട് സംസാരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ അധീക്ഷരമായിട്ട് ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്. എല്ലാം അനുസരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല. അതിനി എപ്പോൾ നേടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഐ എം ഗ്രോയിങ്. എല്ലാ ദിവസവും ദൈവത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. പിന്നെ ഇതൊന്നും നമ്മുടെ മിടുക്കൊണ്ടല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളും അതേപോലെ വളർന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡീമൺ, പിശാചിൻ്റെ സ്വഭാവങ്ങൾ. കുറേ സ്വഭാവങ്ങൾ എഴുതി വെച്ചിട്ടുള്ള കുറച്ച് പറയുകയാണ്. 1, വശീകരണം. എന്തെങ്കിലും പറഞ്ഞ് അവനെ എൻറ്റൈസ് ചെയ്യുക, വശീകരിക്കുക. അതിന് എക്സാമ്പിൾ നമ്മൾ പറയാമെങ്കിൽ, ഒരു ക്രിസ്ത്യാനിയായ ഒരു പെൺകുട്ടി അവൾ കോളേജിൽ പോകുമ്പം ഒരു വേറെ അക്രൈസ്തവ കൊച്ചൻ അവിടെ പുറകെ കൂടി, വലിയ കുഴപ്പമൊന്നുമില്ല, ആദ്യം ഫ്രണ്ട്സാണ്, ഫ്രണ്ട്ഷിപ്പാണ്, വിട്ടലാണ്, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇവൾക്ക് പറയും, ഇവള് സ്നേഹം കൊണ്ട് ഇപ്പം പിള്ളേർക്കൊരു സുഖമുണ്ടല്ലോ, എല്ലാവരോടും മിണ്ടും. അങ്ങനെ മിണ്ടി കുറച്ച് കഴിയുമ്പോൾ ഇവൻ വിചാരിക്കും ഇവൾക്ക് എന്നോട് വലിയ ഇഷ്ടം, ഇവളെ കല്യാണം കഴിക്കണമെന്ന്. അപ്പോഴാണ് വിശ്വാസത്തിൻ്റെ വിപരീതത വരുന്നത്. ഒരാൾ യേശുവിൽ വിശ്വസിക്കുന്നു, നിത്യരക്ഷയുള്ള ആൾ. മറ്റേ ആൾ യേശുവിൽ വിശ്വസിക്കുന്നില്ല, നിത്യരക്ഷയില്ല. അവരുടെ അന്ത്യം നരകത്തിലാണെന്നുള്ളത് നമുക്കറിയാം. അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അങ്ങനെയുള്ളത് തമ്മിൽ, ഇരുട്ടും വെളിച്ചവും തമ്മിൽ എന്ത് ബന്ധമെന്ന് വേദപുസ്തകം ചോദിക്കുന്നു. വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ എന്ത് കണക്ഷൻ എന്ന് വേദപുസ്തകം ചോദിക്കുന്നു. അപ്പോൾ 2 തട്ടിലിരിക്കുന്നവർ തമ്മിൽ വിവാഹം കഴിച്ചാൽ ഒരിക്കലും അത് ശരിയാകാൻ പോകുന്നില്ല. അത് ദൈവത്തിന് കുഴപ്പം കൊണ്ടല്ല, 2 തട്ടിലിരിക്കുന്നവർ ചേർന്നാൽ ഒരു കാര്യവും നടക്കത്തില്ല. ഒരു ബിസിനസ് ചെയ്യുക, 2 തട്ടിലിരിക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കാനിരിക്കട്ടെ. ഭാര്യ പ്രാർത്ഥിക്കുന്ന, കർത്താവേ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടത്തി തരണമേ, പെൺകൊച്ചാണേ, അവൾക്കിപ്പോൾ 25 വയസ്സായേ. ഭർത്താവ് വിചാരിക്കും ഇവളിപ്പോഴേ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, ഏതായാലും ഇവള് ജോലിക്ക് കയറി 2 വർഷം ഇവിടുന്ന് കുറച്ച് കാശുണ്ടാക്കിയിട്ട് പോയാൽ പോരെ, ഇച്ചിരൂടെ 2 പേരും 2 കാര്യം വരുന്നതന്നെ 2 ചിന്ത. നടക്കത്തില്ല. ഞാൻ അനുഭവം പറയുകയാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 പേരാണ്. ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ മോനെ, മരുമോൾ. അവർ കൂടെ വന്നപ്പോൾ ഞാൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞൊക്കെയാണ് അവരാദ്യം വന്നത്. ഞാൻ അല്പം എൻകറേജ് ചെയ്തു, നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, നിങ്ങൾ വന്ന് അനുഗ്രഹിക്കും, വെറുതെ എന്തിനാ അമേരിക്ക കിടന്ന് കഷ്ടപ്പെടുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി 4 പേർക്ക് 6 സ്റ്റേജ്, 6 തലമാണ്. ഡോക്ടർ പറയുന്നതല്ല ഞാൻ മനസ്സിലാക്കുന്നതല്ല മോൻ മനസ്സിലാക്കുന്നതല്ല മരുമോൾ മനസ്സിലാക്കും. ദെയർ ഈസ് നോ യൂണിറ്റി വരണമെങ്കിൽ പരിശുദ്ധാത്മ. അപ്പം മനസ്സിലാക്കി, ദൈവമേ ഒന്നും ആയിട്ടില്ലല്ലോ. നമ്മൾ താഴെയല്ലാതെ രക്ഷയില്ല. നമുക്കൊന്നും ആ സ്റ്റേജ് ചെയ്യാനൊക്കത്തില്ല. നിരപ്പ് കൊണ്ടുവരുന്ന ജോലി യേശുവിൻ്റെയാണ്. പക്ഷെ ദൈവം ചെയ്യും. നമ്മൾ ഈ ജീവനുള്ള കല്ലിന് പോലും ജീവൻ കൊടുക്കാമെന്ന് ദൈവം പറയുന്നെങ്കിൽ നമ്മൾ പറഞ്ഞാൽ കർത്താവ് കേൾക്കാതെ, കല്ല് പോലുള്ള ഹൃദയം മാറ്റി മാംസളമാക്കുന്ന ദൈവം. അപ്പം പിശാചിൻ്റെ ജോലി നമ്മളെ എപ്പോഴും വശീകരിക്കുകയാണ്. അതായത് നമുക്കൊരു ആഗ്രഹമാണ്, നമുക്കൊരു കാറ് വേണം, നമ്മൾ ആഗ്രഹിക്കുക.
ഈ കാറ് കിട്ടാൻ നമുക്ക് ഉറക്കം വരത്തില്ല. അങ്ങനെ കാശുള്ളവൻ പോയി കാറ് വാങ്ങിക്കട്ടെ, പക്ഷെ കാശില്ലാത്തവൻ കാറ് വാങ്ങിച്ച്, ഞാൻ അനുഭവത്തിൻ്റെ എൻ്റെ അല്ല മറ്റുള്ളവരുടെ വെളിച്ചത്തിൽ കൂടെ പറയുകയാണ്, അവർ കാറ് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് എത്രയോ വർഷമായിട്ട് പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റാണ്. കാറ് വാങ്ങിച്ചിട്ട് കുറഞ്ഞത് എൻ്റെ അറിവിൽ 6-7 വർഷമായി, 7-8 വർഷമായി കാണും. അവരിന്നും അതിന് ഇൻസ്റ്റാൾമെൻറ്റ്, ഇത് തീരാത്ത ഇൻസ്റ്റാൾമെൻറ്റ്. ഞാൻ വിചാരിച്ചത് എന്തൊരു കാറില്ലാതിരിക്കുന്നതല്ലേ ഇതിനെക്കാട്ടും നല്ലത്. ഞാൻ ചില കാറ് വേണ്ടിയൊരു വാങ്ങിച്ചു, എനിക്ക് സന്തോഷമാണ്. പക്ഷേ ഇല്ലാത്ത കാശ് കൊടുത്ത് ഒരു ബാങ്കിൽ നിന്ന്, കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നോ മറ്റിടത്തു നിന്നോ കാശ് വാങ്ങിച്ച് അവർ പലിശ കൂട്ടുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് 100 രൂപ ഉണ്ടെങ്കിൽ അവർ 400 രൂപയാക്കും 2 മാസം കൊണ്ട്. പിന്നെ അതേല ഇൻട്രസ്റ്റ്, പിന്നെ അത് 800 ആകും, 800 പിന്നെ ഇൻട്രസ്റ്റ്. ഇനി ജീവിതകാലം മുഴുവനും നീ അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുക, അല്ലാതെ കാശ് എടുത്ത് കൊടുത്ത് തീർക്കാമെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് എന്തുവാ, പലിശയെ തീർത്തിട്ടുള്ളൂ, പിന്നെ ക്യാപിറ്റൽ ഇതുവരെ കൊടുത്തിട്ടില്ലെന്ന്. അനുഭവമാണ് വിളിച്ചു പറയുന്നത്. അയ്യോ കടമെടുത്ത്, അയ്യോ ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത് ജീവിക്കുന്ന മക്കളെ, കടക്കാരനല്ല ദൈവം, കടക്കാരനല്ല. നമ്മളെ പിശാച് ഓരോന്ന് പറഞ്ഞ് എൻഡൈസ് ചെയ്യും. വേറൊരു കൂട്ടുകാർ പറഞ്ഞു, അയ്യോ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ഇത്ര കാശ് കിട്ടും, അത് ചെയ്യേ ഇത് ചെയ്യേ, അത് 10 ലക്ഷം കിട്ടുമെന്നും പറഞ്ഞ് ചെയ്തിട്ട് അവരതും ചെയ്ത് ഇതും ചെയ്ത് വന്നു. അവസാനം കയ്യിൽ കിട്ടിയ കാശ് 3.5 ലക്ഷം രൂപ. പറഞ്ഞതെത്ര? 10 ലക്ഷം. കിട്ടിയത് എത്ര? 3.5 ലക്ഷം. ഇനി ബാക്കിയുള്ളതിനോട് കടം കൊടുത്തുകൊണ്ടിരിക്കണം. ഇതാണ് ജീവിതം. പിശാച് നമ്മളെ വശീകരിച്ചുകൊണ്ടിരിക്കുക. ഹീ വിൽ ഹരസസ്. നമ്മളെ എപ്പോഴും അവൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നും ഒരേ ചിന്തയിട്ട് നമ്മളെ വിഷമിപ്പിക്കുക അവൻ്റെ ജോലി, നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുക എന്ന് പറയും. പിന്നെ ഹീ ടോർമെൻറ്റ്സ്, പീഡിപ്പിക്കുന്ന എന്തുവാണ്? നമ്മളിലുള്ള ഭയം ഇട്ടിട്ട് പറയും, ഓ ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല, ദൈവം നിനക്ക് രോഗം അയച്ചിരിക്കുക, നീ ആ പാപം ചെയ്തതിനാൽ നിന്നെ ദൈവം അടിച്ചിരിക്കുകയാണ്, നിൻ്റെ മുന്നത്തെ തലമുറ ചെയ്തതിൻ്റെ രഹസ്യം ഇവിടെ പുറത്തു വരാനാണ്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ദിനം പ്രതി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മളെങ്ങനെ മുമ്പോട്ട് പോകും? എന്നെങ്കിലും മുൻപോട്ട് ആകാൻ, അയ്യോ ഈ കെട്ടുകളൊന്ന് പൊട്ടിച്ചിട്ട് മുൻപോട്ട് പോകാൻ. ദൈവം എപ്പോഴേ ക്രൂശയിൽ ജയമെടുത്തിട്ട് ഇന്നും നമ്മൾ തന്നെ കെട്ടിവെക്കുകയാണ്, നമ്മൾ തന്നെ കെട്ടിവെക്കുക. ഇതൊക്കെ അഴിയാൻ സമയമായി. ഇത് നമ്മളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ജോലികളല്ല. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, പരിശുദ്ധാത്മാവ് ഒരിക്കലും നിർബന്ധിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ചെയ്യാൻ പറയും, നമ്മളത് ചെയ്താൽ അടുത്ത പടി കാണിച്ചു തരും. ഈസ് എ ജെന്റിൽമാൻ. പക്ഷെ പിശാച് അടിച്ച് തള്ളി കയറി വന്ന് നമ്മളെ കൊണ്ട് ചെയ്ത് മാണ്ടത്തരം കാണിപ്പിച്ച് വെച്ച് പിന്നെ പറയും, നീ അത് ചെയ്തില്ലേ, അങ്ങനെ വരട്ടെ എന്ന് അവൻ പറയും. അവൻ എന്നിട്ട് ദൈവത്തിന് മുമ്പിൽ ചെന്ന് നമ്മൾക്ക് കുറ്റം പറയും. ഹീൽ എൻസ്ലേവസ്, അതായത് നമ്മളെ അഡിക്ഷനാക്കും. ചില കാര്യങ്ങൾ ഈ അശ്ലീലങ്ങൾ കാണുന്നവർ, അവരുടെയൊക്കെ ജീവിതത്തിൽ അവർക്ക് വിടുതൽ കിട്ടാൻ വലിയ പ്രയാസം. കാരണം ഇതൊരു ഹരമായി മാറുക. നമ്മൾ ഈ കള്ള് കുടിക്കുന്നവർ, അതുപോലെ ഡ്രഗ്സ് എടുക്കുന്നവരൊക്കെ ആ സമയമാകുമ്പോൾ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവരുടെ തലയ്ക്കെന്തോ പോലെയാണ്. അതുതന്നെ അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് അത് ഏറ്റുപറഞ്ഞ് ആ ബന്ധനം അഴിച്ചില്ലെങ്കിൽ അതങ്ങനെ ജീവിതമാണ്, കുടുംബത്തെ നശിപ്പിക്കും. പലപ്പോഴും ഈ അഡിക്ഷൻ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ, ചിലർക്ക് കളിക്കാനായിരിക്കും, ചിലപ്പോൾ ജിമ്മ്, അതൊരു ഹരമായിട്ടങ്ങ് മാറും. എല്ലാം ബാലൻസ്ഡ്. അത് പിന്നെ ജിമ്മ് അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ വേറെ എന്തെങ്കിലും ചില ഭക്ഷണങ്ങൾ പ്രത്യേകം ഉണ്ടാക്കി അത് കഴിക്കത്തുള്ളൂ, അതുമാത്രം കഴിച്ച് വീർത്ത് വരിക. ഇതൊക്കെ ഓരോന്നും ഈ എൻസ്ലേവിങ് ക്യാരക്ടർ ഓഫ് ദ ഡെവിളാണ്. പിന്നെ നമ്മളെ ഡിഫൈൽ ചെയ്യും. ഒരിക്കലും നമുക്ക് നമ്മൾ നല്ലതായിട്ട് തോന്നിക്കൂല. നമുക്ക് തോന്നിക്കും, ഞാൻ പോരാ, ഞാൻ ശരിയല്ല, ഞാൻ അവരുടെ മുമ്പിൽ ചെന്ന് ഒന്നുമില്ല, ഞാൻ എങ്ങനെ എൻ്റെ കാര്യം പറയും. പലരോടും വല്ലതും വാ തുറക്കാൻ പേടിയാണ്. പല സ്ത്രീകളും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആദ്യം വാ തുറക്കില്ല. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് വചനത്തിലായി കഴിയുമ്പം നല്ല മിടുക്കുകളായിട്ട് അവർ വചനം പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന എത്രയോ പിള്ളേർ എത്രയോ കൃപകളിൽ കൂടെ പൊങ്ങി വന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഞാൻ കാണുന്നുണ്ട്. അത് തീർന്നിട്ടില്ല. ദിസ് ബാറ്റിൽ വിൽ കണ്ടിന്യൂ. ഇത് നമ്മുടെ ഉള്ളിലുള്ള ആത്മബലം ക്രിസ്തുവിൽ വരുമ്പോഴാണ് ചങ്ങലകൾ പൊട്ടുന്നത്. അത് ചങ്ങലകൾ പൊട്ടിക്കാൻ നമ്മൾ ഈ വചനം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇന്നലെ വന്ന വചനം, ഇന്ന് വന്ന വചനം, ഇതെല്ലാം കൂടെ ഹാമർ പോലെ അടിച്ച്, ഇപ്പം നമ്മളൊരു വലിയ വൃക്ഷം വെട്ടിയിടണമെങ്കിൽ, നമ്മുടെ ഇപ്പോഴത്തെ ചെയിൻസോ ആണെങ്കിൽ എളുപ്പം വെട്ടിയിടാം. പക്ഷേ പണ്ട് കാലങ്ങളിൽ വെട്ടോത്തി വെച്ചോ അല്ലെങ്കിൽ കോടാലി വെച്ച് വെട്ടുകയാണെങ്കിൽ എത്ര നേരം വെട്ടി ഒരു വെട്ടലാണ് എത്ര 1000 വെട്ടി കഴിയുമ്പോഴും ഒരു വലിയ വൃക്ഷം വീഴുന്നത്.
അതുപോലെയാണ് ദൈവം ഒരു പെട്ടെന്ന് ചെയ്യുന്ന ഒരു ദൈവമല്ല. കാരണം നമ്മൾ ദൈവം ആ ക്യാരക്ടർ മോൾഡ് ചെയ്യാണ്. ആ സമയത്ത് നമ്മുടെ ഡിസീവ് ചെയ്യും. ഫോൾസ് ഡോക്ട്രിൻസ് യേശുവിന് പകരം അതേപോലെ തോന്നിക്കുന്ന വചനം കൊണ്ടുവന്ന് നമ്മളെ, അല്ലെങ്കിൽ ഉപദേശം കൊണ്ട് നമ്മളെ തെറ്റിച്ച് കളയും. അതിന് കൾട്ടെന്ന് പറയും. അതുകൊണ്ട് ഒരാളുടെ തന്നെ ഉപദേശം എപ്പോഴും വാങ്ങിക്കുന്നതിൽ വലിയ ഒരു കണക്കിൽ അവർ ആത്മാവിലാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം തുലനം ചെയ്ത് എപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നത് ടെസ്റ്റ് ദ സ്പിരിറ്റ്, മേക്ക് പീപ്പിൾ സിക്ക് ആൻഡ് ടയർ ആൻഡ് കിൽ യു. പിശാച് വന്നാൽ നമ്മളെ എപ്പോഴും അസുഖമുള്ളവരാക്കും, എപ്പോഴും ക്ഷീണമുള്ളവരാക്കും, വഹിക്കാൻ വയ്യാൻ കൊല്ലാനും തോന്നും. അവൻ കൊല്ലും. സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ പിശാചാണ്. നമ്മുടെ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, എന്നാ വന്നാലും ഞാൻ ആത്മഹത്യ ചെയ്തില്ല. മനുഷ്യൻ്റെ മുമ്പിൽ എത്ര അവഹേളിക്കപ്പെട്ടാലും ഞാൻ ആത്മഹത്യ ചെയ്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചെയ്യാനുള്ള പ്രചോദനം വരും. പക്ഷെ നേരത്തെയുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലെ തലമുറയുടെ മുമ്പിലുള്ള പ്രാർത്ഥന, അത് കവചം നിൽക്കും. കർത്താവേ അത് ചെയ്യിപ്പിക്കല്ലേ, മാറ്റിത്തരണമേ. ഇതൊക്കെ പിശാചിൻ്റെയാണ്. ഇതൊന്നും മരുന്നുകൊണ്ട് മാറ്റാവുന്ന അല്ല. ഇതെല്ലാം ആത്മീയ തലത്തിൽ തന്നെ നിന്നുമാണ്. അപ്പോൾ മെയിൻ ഏരിയ വെയർ തിങ്സ് വെയർ ദേ ഓപ്പറേറ്റ് ഈസ് ദാറ്റ് നമ്മുടെ വിചാരത്തിലും വികാരത്തിലും മനോഭാവത്തിലും അവൻ കളിക്കുന്നത്. അവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഇമോഷൻസ്. യു ഗെറ്റ് ആംഗ്രി. ചിലരുടെ ദേഷ്യം വന്നിട്ട് ഒരു എന്നാ ചാട്ടമാണെന്നോ, പാത്രം വലിച്ചെറിയും. ഞാൻ കണ്ടിട്ടുണ്ട്. പാത്രം വലിച്ചെറിയും, പിന്നെ ഇവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കും, അവിടെ എന്തെല്ലാം. സ്വന്തം മക്കളെ കൊല്ലുന്നവരില്ലേ, ഓർക്കണം. ദേഷ്യം, ആങ്കർ ഈസ് എ 1 step ബിലോ മർഡർ. കൊല്ലുന്നതിന് തുല്യമാണ്, അടുത്ത പടി കൊലയാണ്. സോ ആങ്കർ ഷുഡ് നോട്ട് ബി എൻകറേജ്ഡ്. എൻ്റെ വല്യപ്പൻ്റെ ദേഷ്യമാണ് കൊച്ചിനുള്ളത്. സ്റ്റോപ്പ് ഇറ്റ്. ഒരിക്കലും അത് പറയരുത്. വല്യപ്പൻ്റെ ദൂഷ്യ സ്വഭാവം കരിഞ്ഞുപോയി, അത് കഴുകിക്കളഞ്ഞു, കർത്താവിൻ്റെ രക്തത്താൽ മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞ് അവരുടെ നന്മ സ്വഭാവം വേണമെങ്കിൽ എടുക്കുക, തിന്മ അഴിച്ചുകള. ദേ ഓപ്പറേറ്റ് ഇൻ ഗാങ്സ്. കൂട്ടമായിട്ടാണ് അവർ വരുന്നത്. നമ്മളെവിടെയാണ്? പ്രൈഡ്, റിബല്യൻ, വിച്ച് ക്രാഫ്റ്റ്, ഒക്കൾട്ട്. അതായത് പ്രൈഡ് അഹങ്കാരം, കലഹം, വിച്ച് ക്രാഫ്റ്റ് കൂടോത്രം, മന്ത്രവാദം, ഇതെല്ലാം കൂടെ ഒരുതരം വിച്ച് ക്രാഫ്റ്റ് പോലെ വന്നിട്ട് നമ്മളെ അവൻ ഉപദ്രവിക്കാൻ തുടങ്ങും. നമുക്കോ അറിയത്തില്ല ഇവയെല്ലാം ജയിച്ച ദൈവം നമ്മുടെ മുമ്പിലുണ്ടെന്ന്. ഇസ്രായേലിന് ലക്ഷണവിദ്യ ഇസ്രായേലിന് പറ്റിയില്ലേ, യാക്കോബിന്മേൽ ആഭിചാരം ഫലിക്കത്തില്ല എന്ന് സംഖ്യാപുസ്തകം 23 പറയുന്നുണ്ട്. 23-23 അപ്പം നമ്മൾ ഇതൊക്കെ അറിയാൻ വയ്യാതെ അല്ല കാരണം കൂടാതെ ശാപം നമ്മളെ ഫലിക്കത്തില്ല, ഇതൊന്നും ഓർക്കാതെ ആരെങ്കിലും ഒരാൾ നമ്മളെ കുറ്റം ചെയ്യും. ശരിയാ, നമ്മൾ ഒരാൾ കുറ്റം പറയാം, ആത്മാവിൽ നിൽക്കാതെ കുറ്റം പറയാം. ഇടി കൊച്ചാൽ നിനക്കിത് കുഴപ്പമുണ്ട്. അപ്പം ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്, ശരിയാ. അപ്പം 4-5 പ്രാവശ്യം പറയുമ്പോൾ ഞാൻ ചോദിക്കും, ഇനി എല്ലാത്തിനും അങ്ങ് ശരി പറഞ്ഞല്ലോ. എല്ലാത്തിനും ശരി പറയുന്നതല്ല, ഉൾക്കൊള്ളുന്നില്ല. ഉൾക്കൊണ്ടത് മാറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരണം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡീമൻ നമ്മളെ ഭയപ്പെടുത്തും. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ഈ പിശാച് കളിക്കുന്ന ഒരു ഏരിയയാണ് ഭയം. ആർക്കാ ഭയമില്ലാത്തതെന്ന് ചോദിച്ചാൽ, എനിക്ക് ബേസിക്കലി വലിയ ഭയമുള്ള വ്യക്തിയല്ല, പക്ഷെ എന്നാലും ഉള്ളിൽ ഭയമുണ്ട് ചില സന്ദർഭങ്ങളിൽ. പക്ഷേ ഭയം മെയിനായിട്ട് ഭരിക്കുന്നത് സത്യദൈവം ഇല്ലാത്തവരിലാണ്. അങ്ങോട്ട് പോയ ഭയം, വെള്ളിയാഴ്ച ഇറങ്ങിയ ഭയം, ചൊവ്വാഴ്ച അത് ചെയ്ത ഭയം, ആ സമയത്ത് കിണർ കുഴിച്ചാൽ കുഴപ്പം, വീട്ടിൽ ഈ സമയത്ത് കാല് കുത്തി, ഇതെല്ലാം ആഭിചാരങ്ങളല്ലേ, ഇതെല്ലാം തെറ്റല്ലേ, ഇതെല്ലാം സൂര്യനെ സൃഷ്ടിച്ച ദൈവം പറഞ്ഞു എല്ലാം നല്ലതെന്ന്. ഉൽപ്പത്തി 1-ാം അധ്യായം പഠിച്ചാലറിയാം, ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്നാണ് പറഞ്ഞത്. തിങ്കൾ നല്ലത്, ചൊവ്വ അഴുക്ക്, ബുധനാഴ്ച നല്ലത്, ഇങ്ങനെ പറഞ്ഞിട്ടില്ല ദൈവം. എല്ലാ കാലങ്ങളും നല്ലത് ക്രിസ്തുവിൽ അവനെല്ലാം ദൈവമക്കൾക്ക് അനുഗ്രഹമായിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ പറയുമ്പോഴേ വിശ്വാസികളിൽ തന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു 50% പേർക്ക് ഇതിൽ നിന്നൊക്കെ ഡെലിവറൻസ് ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ സഹായിക്കാൻ കടന്നു വരട്ടെ. നമ്മൾ വികാരങ്ങളെയും വിചാരങ്ങളെയും ശരിയാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ വചനം കൊണ്ട് നമ്മളെ നിറയ്ക്കാം. പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ മുൻപിലേക്ക് പിശാചിൻ്റെ സ്വഭാവങ്ങൾ വായിക്കുമ്പോൾ ഇത് മിക്കത് ഇവൻ ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ കളിപ്പിക്കുന്നുണ്ട്. പിശ അവൻ നിർബന്ധിച്ച് അല്പം കള്ള് കുടിക്കുക, അല്പം കൂട്ടുകാരുക, രാത്രി ഇച്ചിരി നേരം എൻ്റെ കൂടെ ഇരിക്കുക, കുറച്ച് നേരം കൂടി ഇരിക്കുക, അങ്ങനെ കുടുംബം ഛിദ്രമാക്കുന്ന പലതും അവൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളോ ഓരോ കർത്താവെ അർപ്പാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവരുടെ അടുക്കലോട്ട് അങ്ങ് കയറി ചെല്ലും.
പിന്നെ വെട്ടി വീണേച്ച് അവർക്ക് രക്ഷപ്പെടാനും അറിയത്തില്ല. എത്ര മക്കളാണ് ഇരുട്ടിൽ കിടന്ന് തപ്പിക്കൊണ്ട് നടക്കുന്നത്. ജോസഫിനെ ജോസഫിനെ പൊട്ടക്കിണറിലിട്ട പോലെ എത്രയോ വിശ്വാസികളുടെ മക്കളാണ് പൊട്ടക്കിണറിൽ കിടക്കുന്നത്. അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാനാണ്? പക്ഷേ സെൻഡ് ആൻ ഏഞ്ചൽ ദേർ. ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങോട്ട് ആ ഇരുട്ടിലേക്ക് വെളിച്ചമയക്കട്ടെ. അവരുടെ ഹൃദയത്തിൽ വെളിച്ചം ചെന്നുകൊണ്ടിട്ട് ദൈവപ്രകാശം ഇരുട്ടിനെ എക്സ്പെൽ ചെയ്യട്ടെ, അടിച്ച് മാറ്റപ്പിച്ച ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ we command and order the ministering angels to bind them and cast them into outer darkness, never ever to return, in the name of our Lord and Savior Jesus Christ. ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവനെ അടിച്ചു മാറ്റുക. ഭയം കൊണ്ടിരുന്ന സകല പിശാചുക്കളെയും ജയിച്ച ദൈവത്തിൻ്റെ മുമ്പിലാണ്. ഫിയർ ഈസ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ടു ഫിയർ, ടു ഫെയ്ത്ത് ആൻഡ് ലവ്. ദൈവത്തിൻ്റെ വിശ്വാസത്തിനും സ്നേഹത്തിനും വിപരീതമായി ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഫിയറിൻ്റെ മേൽ സ്വർഗത്തിലെ അഗ്നി ഇറക്കി തീയരിച്ചു കളയുന്നു യേശുവിൻ്റെ നാമത്തിൽ. വെളിച്ചം വരട്ടെ, വെളിച്ചം വരട്ടെ, വെളിച്ചം വരട്ടെ. വെളിച്ചമയക്കുന്നു. തീമതിൽ കെട്ടുന്നു, ചുറ്റും തീമതിൽ കെട്ടുന്നു. ദൈവത്തിൻ്റെ ഗ്ലോറി അകത്ത് നിൻ്റെ ഓടാമ്പുകളെ ഞാൻ ഉറപ്പിച്ചിട്ട് നിൻ്റെ മക്കളെ ഞാൻ അതിനകത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണിത്. പിശാചിൻ്റെ തന്ത്രങ്ങൾ അവൻ്റെ ഗർഭത്തിലുണ്ടാകുന്നതിന് മുമ്പേ അലസമായി പോകട്ടെ. ശിവൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഒരു തന്ത്രവും നമ്മുടെ ജീവിതത്തിൽ ഒരു തന്ത്രവും ജീവിക്കത്തില്ല. അവൻ ഭൂമിയുടെ വെളിച്ചം കാണത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ജയമെടുക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.